ഇവിടെ പറഞ്ഞ ചില ഉദാഹരണങ്ങൾ കുടുംബമായിട്ട് ഒന്നിച്ചിരുന്ന് കാണുമ്പോൾ ഒരു പക്ഷെ ഹാസ്യമാണ്. അല്ല ടിവിയിലൊക്കെ അങ്ങനെയുള്ള സാധനം വിടാൻ പറ്റൂ? അങ്ങനെ അതായത് ടി വി എന്ന് പറഞ്ഞാൽ തന്നെ കുടുംബ പ്രേക്ഷകരുടെ ഒരു സ്ഥലമാണ്. സ്കിറ്റിനകത്ത് അങ്ങനെ വരുന്നുണ്ടല്ലോ. വരുന്നുണ്ടോ? ടിവിയിൽ കാണിക്കുന്ന സ്കിറ്റിനകത്ത് ഹാസ്യ സ്കിറ്റിനകത്ത് എല്ലാം വരുന്നുണ്ടല്ലോ. ഈ അടുത്ത ആളുകളിലൊക്കെ നമ്മൾ കണ്ടതിനകത്ത് ഇതൊക്കെ വരുന്നുണ്ട്. അപ്പൊ അവിടെ പറഞ്ഞ കുറെ കാര്യങ്ങൾ അങ്ങനെയൊക്കെ പോകുന്നുണ്ടോ? ഇല്ലെന്ന് നമ്മളിപ്പോ പറയുന്നത് നമ്മൾ റീസെന്റ് ഐറ്റം വേറെ ഒരു ഷോ ആണ്. അത് കണ്ടിരിക്കണ ഏതെങ്കിലും ഒരു ഓഡിയൻസിന് ഒരു കാര്യം ദ്വയാർത്ഥ പ്രയോഗമുള്ള ഇപ്പോഴുണ്ട് എന്നുള്ള കാര്യം തർക്കമില്ല. എല്ലായിടത്തും സിനിമയിലും സാറ് പഴയ കെട്ടിടം പോലെയാണ് എപ്പോഴും പണിതുകൊണ്ടിരിക്കുന്നത്. പഴയ മോഡൽ കെട്ടിടം പോലെയാണോ സാർ? മുമ്പേ പറയുന്നത് സിനിമ എന്ന് പറയുമ്പോൾ കുഴപ്പമില്ല. ഈ ദൈനംദിന ടി വി വരുന്ന സ്കിറ്റുകൾ എന്ന് പറയുന്നത് മനുഷ്യൻ എല്ലാരും കാണുന്നതാണ്. അല്ല സുമി, ഇതിനകത്ത് പ്രശ്നം അറിയോ? ഇദ്ദേഹത്തിന്റെ ഇപ്പം അദ്ദേഹം ഒരു ആർക്കിടെക്റ്റാ. അപ്പൊ അദ്ദേഹത്തിന്റെ ഒക്കെ പ്രോബ്ലം ചില ഈ സിനിമയാകുമ്പോൾ അത് ഇരുട്ടത്താ കാണുന്നത്. മറ്റേ ടി വി ആകുമ്പോൾ ലൈറ്റിന് വീട്ടിലുള്ളതെല്ലാം കാണും. ഇരുട്ടത്താണെങ്കിൽ കോമഡി കുഴപ്പമില്ല. ഇത്രേ ഉള്ളൂ. ഈ പഴയ രീതിയിൽ ഇപ്പൊ ഒരു തലമുറ, പുതിയൊരു തലമുറ ഇത് ആസ്വദിക്കുന്നുണ്ടോ? അല്ല, ആസ്വദിക്കാൻ പിന്നെ അവരൊക്കെ തോന്നുന്നില്ല. പുതിയൊരു തലമുറ ഈ അങ്ങ് പുതിയ ജനറേഷൻ അല്ല, പുതിയ ജനറേഷനിലെ കുട്ടികളെന്ന് പറയട്ടെ. ആസ്വദിക്കാനുള്ള കഴിവുണ്ടോ നോക്കട്ടെ. മക്കളെ പറ മോനെ. ഉണ്ട്. അവരെല്ലാം അക്സെപ്റ്റ് ചെയ്യുന്നവരാണ്. ഞങ്ങളെല്ലാരും ഇവരെ ചെറുപ്പം തുടങ്ങി കാണുന്ന ഞങ്ങളെ ചെറുപ്പലയാണ്. നീ ഇപ്പൊ ചെറുപ്പല്ലേ? അതെ. അപ്പോഴാണെങ്കിൽ ചേച്ചീനൊക്കെ ഞാൻ ഈ ഐറ്റം വേറെ പറഞ്ഞ ചാനലിൽ നിങ്ങളെ കാണാൻ വേണ്ടി തന്നെയാണ് കാണുന്നത്. എനിക്ക് ഇവിടെ കോമഡി മനസ്സിലാവത്തുള്ളൂ. അതല്ലേ ദ്വയാർത്ഥം എന്ന് പറഞ്ഞല്ലോ. ശരിയാ, രണ്ടർത്ഥമുണ്ട്. നല്ലത് മാത്രം എടുത്തിട്ട് മറ്റേത് കളയട്ടെ.